നവകേരള സദസ്സ് ഇന്നലത്തോടെ പൂർത്തിയായിരിക്കുകയാണ്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കാനം രാജേന്ദ്രൻ അന്തരിച്ചതിനെ തുടർന്ന് അതിൻ്റെ ഭാഗമായിട്ട് മാറ്റിവെച്ചിട്ടുള്ള മണ്ഡലങ്ങളിലേക്ക് ജനുവരി 1-ാം തീയതിയും ജനുവരി 2-ാം തീയതിയും പര്യടനം മന്ത്രിസഭ നടത്തുമെങ്കിലും ഔദ്യോഗികമായിട്ട് നവകേരള സദസ്സ് ഇന്നലത്തോടെ അവസാനിച്ചിരിക്കുകയാണ്. CPIന് ഈ അടുത്ത കാലത്ത് കിട്ടിയ ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയങ്ങളിൽ ഒന്നായിരുന്നു നവകേരള സദസ്സ്. നവകേരള സദസ്സിനെ തകർക്കാൻ വേണ്ടി പ്രതിപക്ഷവും മാധ്യമങ്ങളും BJPയും ചേർന്ന് ഒരുപാട് കാര്യങ്ങളാണ് ചെയ്തത്. പക്ഷേ അതിനെ എല്ലാത്തിനെയും ഓരോന്നോരോന്നായിട്ട് അതിജീവിച്ചുകൊണ്ട് അവസാനം നവകേരള സദസ്സിൽ CPIയും LDFും കേരള സർക്കാരും മലയാളികളും ജയിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഇത്രയും നാൾ നേരിട്ട കാര്യങ്ങളെക്കുറിച്ച് CPIൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള K. അനിൽകുമാർ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. വളരെ പ്രസക്തമായ കുറിപ്പാണ്. മാത്രമല്ല ഇത്രയും നാളത്തേക്ക് ഈ കഴിഞ്ഞ 36 ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിനെയും LDFിനെയും CPIനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി പ്രതിപക്ഷവും മാധ്യമങ്ങളും ചെയ്ത് എന്തൊക്കെയാണെന്ന് പറഞ്ഞുള്ളൊരു കുറിപ്പാണ്. ആ കുറിപ്പ് വളരെ പ്രസക്തമാണ്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. നവകേരള സദസ്സ് പൂർത്തിയാകുമ്പോൾ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു മുഖ്യമന്ത്രി തൻ്റെ മന്ത്രിസഭ ഒന്നാകെ ഒരു വാഹനത്തിൽ യാത്ര ചെയ്ത് എല്ലാ നിയോജക മണ്ഡലത്തിലുമെത്തി ജനങ്ങളോട് സംവദിക്കാൻ ശ്രമിച്ചത്. അതിന് എന്തെല്ലാം പഴികൾ കേട്ടു. ആഡംബരം, ധൂർത്ത്, ധാർഷ്ട്യം, രാജാവിൻ്റെ എഴുന്നള്ളത്ത്, ധിക്കാരം, മർദ്ദനം, പോലീസ് തേർവാഴ്ച, മുഖ്യമന്ത്രിയുടെ ന്യായം എന്തായിരുന്നു? ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിക്ക് തുടർ ഭരണം ലഭിക്കുന്നത്. പുതിയ മന്ത്രിമാർ 2-ാം ടൈമിൽ അവർക്ക് ജനങ്ങളെ കാണാൻ ഭയമില്ലായിരുന്നു. കാരണം LDF ആദ്യ മന്ത്രിസഭയുടെ 600 വാഗ്ദാനങ്ങളിൽ 580 നടപ്പിലാക്കി. പ്രതിപക്ഷത്തിന് അത് ഖണ്ഡിക്കാമായിരുന്നു, മാധ്യമങ്ങൾക്ക് അത് ചോദ്യം ചെയ്യാമായിരുന്നു. ഓരോ വർഷവും പ്രോഗ്രസ് കാർഡും ഇറക്കിയിരുന്നു. അവർ വന്നത് പുതിയ ദേശീയപാത കണ്ടാണ്. UDFും BJPയും ചേർന്ന് വയൽക്കിളി സമരം നടത്തിയതാണ്. കേൽ പൈപ്പ്ലൈനെ എതിർത്തതുമാണ്. പക്ഷേ അയാൾ പറഞ്ഞത് നടപ്പിലാക്കി. കണ്ണൂർ വിമാനത്താവള പൂർത്തീകരണം, കൊച്ചി മെട്രോ, കൊച്ചി ജലമെട്രോ, മലയോര പാത, തീരദേശപാത, സ്കൂളുകളുടെ നവീകരണം, ആരോഗ്യ മേഖലയുടെ വളർച്ച, ദേശീയ ജലപാത, വിഴിഞ്ഞം തുറമുഖം, ലൈഫ് പദ്ധതിയിലെ 4 ലക്ഷം വീടുകൾ, ദേശീയ തലത്തിൽ കേരളത്തിന് മികച്ച അംഗീകാരങ്ങൾ, A+ നേടുന്ന സർവകലാശാലകൾ, K-ഫോൺ പദ്ധതി, വൈദ്യുതി മേഖലയിലെ കുതിപ്പ്, വ്യവസായ കാർഷിക മുന്നേറ്റങ്ങൾ, സ്ത്രീ ശക്തിയുടെ കരുത്ത്, 2 ലക്ഷം പേർക്ക് പട്ടയം, വയനാട് തുരങ്കപാതയ്ക്ക് തുടക്കം, ചങ്ങനാശ്ശേരി ആലപ്പുഴ പാതകൾ, അരിക്കൊമ്പൻ റോഡുകൾ വളരെ പ്രാധാന്യമുള്ളതാണ്. ശരിക്കും നവകേരളത്തിൻ്റെ ജാലകങ്ങളാണ് ഇവയൊക്കെ. പുതിയ IT നയം, സംരംഭകത്വ കേരളം, തൊഴിൽ മേഖലയിലെ കുതിപ്പ്, കരുത്തുറ്റ സിവിൽ സർവീസ്, വളരുന്ന കേരളത്തിൻ്റെ കയ്യൊപ്പുകൾ. എന്തൊരു ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രിയുടെ മുഖത്ത്. അയാളുടെ പുഞ്ചിരി പോലും അവരുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്നു. കേരളം ആപത്തിൽപ്പെട്ടപ്പോഴൊന്നും അയാളും ഉണർന്നു തന്നെയിരുന്നു. ഓഖി, പ്രളയം, നിപ്പ, കോവിഡ് അയാൾ നമ്മെ ചേർത്ത് നിർത്തി. മറുകര കടന്നപ്പോൾ ശത്രുക്കൾ ഉണർന്നു. അയ്യോ, ഇലക്ഷനായി, ഇനി എന്തു ചെയ്യും? മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ വഴിവിട്ട സൗഹൃദത്തിന് BJPയും UDFും മുഖ്യമന്ത്രിക്കെതിരെ പട നയിച്ചു. കേന്ദ്ര ഏജൻസികൾ, വ്യാജ വാർത്തകൾ, സ്വർണ്ണക്കള്ളക്കടത്തുകാർ പലരും ഇപ്പോഴും കാണാമറയത്താണ്. ഫൈസൽ ഫരീദിനെ അവർക്ക് വേണ്ട. പിണറായിയുടെ രക്തം മതി. വിമാനയാത്രയിൽ പോലും അയാൾ വേട്ടയാടപ്പെട്ടു. അവസാനം എന്തായി? സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ സർക്കാരിനെതിരെ ഒന്നുമില്ല. ലൈഫ് മിഷൻ കേസിലും സർക്കാർ കക്ഷിയല്ല. കിഫ്ബി മസാല ബോണ്ട് കേരളത്തെ ലക്ഷ്യമിട്ടിരുന്നു കേന്ദ്രം. പക്ഷേ അതും പൊളിഞ്ഞു. K-ഫോണിൽ അഴിമതി എന്ന പേരും നുണയായി. പിന്നീട് 2016 ടെൻഡർ, 2017 കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഫെല്ല് ടെൻഡർ പിടിച്ചു. 2021 പദ്ധതി നടപ്പിലായി. 5 കൊല്ലം കഴിയുമ്പോൾ സതീശൻ പറയുന്നു, പിണറായിയുടെ വീട്ടിൽ ഒരു പെട്ടിയിൽ K-ഫോൺ അഴിമതി പണം കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഫെല്ലിന് കൊടുത്തുവത്രേ. തെളിവുണ്ടോ മോനെ? ഇല്ല. VD സതീശനോട് K. അനിൽകുമാർ ചോദിക്കുകയാണ്, ഈ പറയുന്നതിനെല്ലാം തെളിവുണ്ടോ മോനെ എന്ന്. പക്ഷേ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ്. കോടതിയിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് കൊതിപ്പിച്ച സതീശൻ മുങ്ങി. പിണറായിയോട് ഔദാര്യമോ? K-ഫോണിൽ കേസ് കൊടുക്കൂ സതീശ, ഒന്ന് ദയവ് ചെയ്ത് കൊടുക്കൂ സതീശ എന്ന് ചോദിക്കുന്നുമുണ്ട്, അപേക്ഷിക്കുന്നുമുണ്ട് K. അനിൽകുമാർ VD സതീശനോട് പിണറായിക്കെതിരെ ഒന്ന് കേസ് കൊടുക്കാൻ. കൊടുത്ത കേസിൻ്റെ ഗതിയോ അതും ചേർത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കൊടുത്ത കേസ് അത് ക്യാമറയുടെ കാര്യത്തിലാണ് കൊടുത്ത കേസ്.
2020 ടെൻഡർ, 2023 പദ്ധതി നടപ്പിലായി. അപ്പോഴാണ് സതീശന് ബുദ്ധി വന്നത്. അഴിമതി ആരോപണം. അവസാനം ഹൈക്കോടതിയിൽ കേസ്. എന്തായി പ്രതിപക്ഷ നേതാവ്? അപ്പോഴാണ് അടുത്ത വെടി. മാസപ്പടി വിവാദം. ഞങ്ങളുടെ ഉമ്മൻചാണ്ടി, ഞങ്ങളുടെ ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടി, ഇബ്രാഹിം കുഞ്ഞ് അവരൊക്കെ കള്ളപ്പണക്കാരാണെന്നും കർത്താവിൻ്റെ കമ്പനിയുടെ കോടികൾ വിഴുങ്ങിയെന്നും നിർമ്മലാ സീതാരാമൻ്റെ ജോലിക്കാർ ഒരു കടലാസിൽ എഴുതി വച്ചു. കുഴനാടൻ ചാടി വീണു. പിണറായിയുടെ മകൾ നികുതി അടച്ചിട്ടില്ല. വേട്ട തുടരട്ടെ. പക്ഷേ മുഖ്യമന്ത്രിക്ക് കുലുക്കമില്ല. അയാൾ ജനങ്ങൾക്കിടയിൽ 1600 രൂപ വീതം 62 ലക്ഷം വീടുകളിൽ പ്രതിമാസ പെൻഷൻ എത്തുന്ന രാജ്യത്തെ മാതൃക നടപ്പിലാക്കിയ സർക്കാരാണ്. അതിന് മുഖ്യമന്ത്രി എന്തിന് തലകുനിക്കണം? 16 കൂട്ടം പലവ്യഞ്ജനങ്ങൾ 2016 വിലയിൽ 7.5 കൊല്ലം സപ്ലൈകോ വഴി കിട്ടിക്കൊണ്ടിരുന്നു. ആരും മിണ്ടിയില്ല, അറിഞ്ഞ ഭാവം നടിച്ചില്ല. പെൻഷനും സബ്സിഡി സാധനങ്ങളും 2023 ഒക്ടോബറിൽ മുടങ്ങാൻ തുടങ്ങി. എന്തൊരു ബഹളം! അയാൾ ശപിക്കപ്പെട്ടു, ആക്രമിക്കപ്പെട്ടു, ശത്രുവായി. ആരുടെ? 1600 രൂപ വീതം 62 ലക്ഷം വീടുകളിൽ പെൻഷൻ കൊടുത്ത ഒരു മന്ത്രിസഭ. ആ സമയം ദേവൻ രാമചന്ദ്രൻ അലറി വിളിച്ചു. പൂരപ്പറമ്പിൽ ആന ഇടഞ്ഞു. മറിയക്കുട്ടി ഊരി എറിയുന്നത് തത്സമയം സംപ്രേഷണം ചെയ്തു. കനകോലുവിൻ്റെ കോലുമായി ചില ഓൺലൈൻ ചാനലുകൾ, ഇസ്തിരിട്ട ചില ചേച്ചിമാരും ചേട്ടന്മാരും ഓറഞ്ഞു തുള്ളി. മുഖ്യമന്ത്രിയെപ്പറ്റി എന്താണ് അഭിപ്രായം? ഊവ, പട്ടി, തെണ്ടി. അത് കെ അനിൽകുമാർ എഴുതിയതാണ്. നല്ല ലൈവ് പരിപാടി. കനോകുലിൻ്റെ കൃഷി ശാഖയിലെ സംഖ്യകൾ ഏറ്റെടുത്തു. താറാവിൻ്റെയും കോഴിയുടെയും മുട്ടയ്ക്ക് മേൽ കോഴി തന്നെ അടയിരിക്കുന്നു. കെ സുധാകരൻ നല്ല ഒന്നാന്തരം അടയിരിപ്പുകാരൻ. 2 പാർട്ടികൾക്ക് ഒരാൾ തന്നെ പ്രസിഡന്റ്. അമേരിക്കയിൽ പോയതിനാൽ KPCC അധ്യക്ഷ പദവി തൽക്കാലം കെ സുരേന്ദ്രനെ ഏൽപ്പിച്ചു. അതിനിടയിലെല്ലാം ഗവർണർക്ക് ദീനം കലശലായിക്കൊണ്ടേയിരിക്കുന്നു. പൗരത്വ ഭേദഗതി, കാർഷിക നിയമങ്ങൾ, പൊതു സിവിൽ കോഡ്, സർവകലാശാലകളിലെ കാവ്യസ്വപ്നങ്ങൾ. ആരിഫ് മുഹമ്മദ് ഖാന് പിടിപ്പത് ജോലിയായിരുന്നു. എന്നിട്ടും കേരളം തകർന്നില്ല. അയാൾ യാത്ര തുടങ്ങി. മന്ത്രിമാർക്കൊപ്പം, ഉദ്യോഗസ്ഥർക്കൊപ്പം പരാതികൾ നൽകുക. നീതിയുടെ പ്രകാശം അരികെ. ജനം അവരെ കേട്ടു. 10 ലക്ഷത്തോളം പരാതികൾ, 10 ലക്ഷത്തോളം പ്രതീക്ഷകൾ. മോദി സർക്കാർ കേരളത്തെ എങ്ങനെ തകർക്കുന്നു? അവർ കണക്ക് സഹിതം ജനലക്ഷങ്ങളോട് പറഞ്ഞു. സുപ്രീം കോടതിയിൽ എന്തുകൊണ്ട് ഗവർണർക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും കേസ്? എന്തുകൊണ്ട് ക്ഷേമപ്രവർത്തനങ്ങൾക്ക് ചില തടസ്സങ്ങൾ? സാമ്പത്തിക അടിയന്തരം വേണമെന്ന് ദേവൻ രാമചന്ദ്രൻ. DA മാത്രമല്ല, സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളവും പെൻഷനും വെട്ടിക്കുറയ്ക്കുന്ന വകുപ്പാണത്. സൗകര്യപ്പെടില്ല സാർ, ഞങ്ങളുടെ നയം അതല്ല. നവകേരള സൃഷ്ടിക്ക് പോരാട്ടം ദില്ലിയിലേക്ക് മാറ്റുകയാണ്. ദില്ലിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ മുളക് സ്പ്രേയും മുളക് മുട്ടയും ഉണ്ടാകുമോ? പിണറായിക്ക് പക്ഷേ കുലുക്കമില്ല. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം വിജയിച്ച മുഖ്യമന്ത്രിയാണ്. അവസാനം പറഞ്ഞ കാര്യമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. കാരണം പിണറായി വിജയൻ വിജയിച്ച മുഖ്യമന്ത്രിയാണ്. ഈ നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് ഈ 36 ദിവസം കൊണ്ട് കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും BJPയെയും വീണ്ടും തോപ്പിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ. അത് കൃത്യമായിട്ട് ആ 140 മണ്ഡലങ്ങളിൽ, ഇടയ്ക്ക് 4 മണ്ഡലം വിട്ടുപോയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും 136 മണ്ഡലങ്ങളിൽ ഏകദേശം 15 ലക്ഷത്തോളം ആളുകൾ കൂടുതൽ മുഖ്യമന്ത്രിയെ ഡയറക്റ്റായിട്ട് കണ്ടിട്ടുണ്ട്. 15 ലക്ഷത്തോളം ആളുകൾ കഴിഞ്ഞ 36 ദിവസം കൊണ്ട് മുഖ്യമന്ത്രി ഡയറക്റ്റായിട്ട് കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി പറയുന്ന വാക്കുകൾ അവർ കേട്ടിട്ടുണ്ട്. 15 ലക്ഷം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ നമ്പറാണ്, ഏറ്റവും മിനിമമാണ്. അതിന് മുകളിലേക്കാണ് നമ്പർ പോകാൻ സാധ്യതയുള്ളത്. അത്രയും രീതിയിലാണ്, ഏറ്റവും മികച്ച രീതിയിലാണ്. നേരത്തെ ഒരു പ്രസ് മീറ്റ് TV ഒരു വീഡിയോക്കകത്ത് പറഞ്ഞ പോലെ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ PR എക്സസൈസ് ആണ്. PR ശാസ്ത്രജ്ഞനായ സുനിൽ കനോകുലിന് പോലും വിചാരിക്കാൻ പറ്റാത്ത PR എക്സസൈസ്. ഇതിനെ മറികടക്കാൻ ഒരുപാട് പണിയെടുക്കേണ്ടി വരും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതും കൊണ്ട് UDFനെ കൂടി ഉണർത്തിയെടുക്കാൻ പിണറായിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും നന്നായിട്ട് തോറ്റുപോയിരിക്കുന്നത് BJP ആണ്. BJP ലിറ്ററലി കൃത്യം പറയുമ്പോൾ 3-ാം സ്ഥാനത്തേക്ക് വീണ് പോയിരിക്കുകയാണ്. അതുകൂടി എടുത്തു പറഞ്ഞുകൊണ്ടാണ് കെ അനിൽകുമാറിൻ്റെ പോസ്റ്റ് അവസാനിക്കുന്നത്.